കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഉണക്കക്കപ്പയാണ്. ഉണക്കക്കപ്പ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള കപ്പ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയിലും വെടിപ്പായിട്ടും ഉണ്ടാക്കിയെടുക്കാം. 2 വർഷം വരെയൊക്കെ നമുക്ക് ഈ കപ്പ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ഈ കപ്പ ഉണ്ടാക്കുന്നതും അതായത് ഉണക്കക്കപ്പ തയ്യാറാക്കുന്നതും അത് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം കൂടി ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഉണക്കക്കപ്പ എന്നല്ല കേട്ടോ, നമ്മൾ വാട്ടുപൂള എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വാട്ടുപൂള തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കിലോഗ്രാം കപ്പയാണ്. 3 പീസേ ഉള്ളെങ്കിലും വലിയ കപ്പയാണ് കേട്ടോ. ഇത് 3ഉം കൂടിയിട്ട് 4 കിലോഗ്രാം ഉണ്ട്. അപ്പോൾ ഈ കപ്പയുടെ തൊലി കളയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ടായിട്ട് ഒന്ന് അരിഞ്ഞിടാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ 3 കപ്പയും അരിഞ്ഞിട്ടതിന് ശേഷം ഇതേപോലെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. കപ്പയുടെ തൊലി കളയാൻ വളരെ എളുപ്പമാണ്, നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ചീത്ത കപ്പയാണെങ്കിൽ തൊലി ഇളകി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതേതായാലും നല്ല കപ്പയാണ്. തൊലിയൊക്കെ പെട്ടെന്ന് ഇതേപോലെ അങ്ങ് ഇളകി കിട്ടുന്നുണ്ട്. മുഴുവൻ കപ്പയും തൊലി കളഞ്ഞ് ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഈ കപ്പ മുഴുവനും നമുക്ക് നല്ല വൃത്തിയായിട്ടങ്ങ് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ നമുക്കൊരു ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറിയ നേരിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. വളരെ നേരിയതായിട്ട് ബ്ലേഡ് പോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് വണ്ണുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുഴുവൻ കപ്പയും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി കപ്പ നമുക്കൊന്ന് വേവിക്കണം. ഇത് കണ്ടില്ലേ, വളരെ നേരിയതായിട്ടൊന്നുമല്ല, ഒരല്പം തിക്കായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നല്ല കറക്റ്റ് പാകട്ടോ. ഇങ്ങനെയാകുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് നേരിയതായാലും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പാകത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി കപ്പ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ പാത്രത്തിലാണ് വെച്ചിരുന്നത്. കാരണം 4 കിലോഗ്രാം കപ്പ നമുക്ക് ഒരുമിച്ച് വേവിച്ചെടുക്കാം വലിയ പാത്രമാകുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ചൂടായി തുടങ്ങുന്ന സമയത്ത് കപ്പ മുഴുവൻ ഇതിലേക്ക് ചേർക്കാം. തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഈ കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കപ്പ മുഴുവനും ഈ വെള്ളത്തിലേക്ക് ഇതേപോലെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഇതിൽ ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. ഉപ്പ് നമ്മൾ ഇത് വെച്ചിട്ട് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് ചേർത്താൽ മതി. ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കപ്പ ഇങ്ങനെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ അടപ്പ് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ തിളച്ചിട്ട് പുറത്തേക്കൊക്കെ ഇതിൻ്റെ വെള്ളം മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കപ്പ ഒറ്റ പ്രാവശ്യം ഇതേപോലെ നന്നായിട്ട് അങ്ങ് വെട്ടി തിളച്ച് വന്നാൽ മതി. കുറേ സമയം ഇത് തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഒറ്റൊരു പ്രാവശ്യം നന്നായിട്ട് അങ്ങ് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാവുന്നതാണ്. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഞാനൊരു സ്ട്രെയിനറിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വെള്ളം മുഴുവനൊന്ന് പോയി കിട്ടണം. അതിന് ശേഷം വേണം നമുക്കിത് വെയിലത്തിട്ടിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട്. കുറേ സമയം ഇങ്ങനെ സ്ട്രെയിനറിലിട്ട് വെക്കരുത് കേട്ടോ. ഒരു 3-4 മിനിറ്റ് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം പോയി കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്കിത് വെയിലത്തിട്ടിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് സ്ട്രെയിനറിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇത് കപ്പ ഞാനൊരു തുണിയിൽ ഇവിടെ വെയിലത്ത് ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വെയിലുള്ളപ്പോൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് 2 ദിവസം കൊണ്ട് ഇത് ഉണങ്ങിക്കിട്ടും. വെയിൽ കുറവാണെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ സമയമെടുക്കും ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഈ മഴക്കാലത്തൊന്നും കൂടുതൽ ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് നനവോട് കൂടിയിട്ട് കുറേ ദിവസമൊക്കെ കെട്ടി വെക്കുന്ന സമയത്ത് അതിൽ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല വെയിലുള്ളപ്പോൾ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിത് നല്ല വേനൽക്കാലത്താണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് എനിക്കിത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 2 വർഷം വരെയൊക്കെ ഇത് നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് കൂടെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ അപ്പം നല്ലോണം അങ്ങ് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം എത്രമാത്രം ഇത് ഉണങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നന്നായിട്ട് ഇതങ്ങ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒട്ടും ഈർപ്പം ഇല്ലാത്ത ഗ്ലാസിൻ്റെ നല്ല ഭരണിയിലിട്ട് വെക്കുകയാണെങ്കിൽ 2 വർഷത്തിലധികം നിൽക്കും. ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 4 കിലോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം വരെയൊക്കെ ഇത് മതി കേട്ടോ. കാരണം നമ്മൾ എപ്പോഴൊന്നും ഇത് ഉണ്ടാക്കില്ലല്ലോ. എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം വരുമ്പോഴല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് 2 വർഷം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാം.
അപ്പോൾ ഇനി വാട്ടുപൂളയും നല്ല കടലയും വെച്ചിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവം ഞാൻ കാണിച്ചു തരാം. നമ്മളതിന് വാട്ടുപൂള പുഴുങ്ങിയത് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാൻ കുറച്ച് വാട്ടുപൂള ഏകദേശം ഒരു 3-4 കപ്പ് ഉണ്ടാവും അതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറുത്ത കടല ഒരു 1/2 കപ്പ് ചേർക്കാം. വാട്ടുപുളിയും കടലയും കൂടി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതായത് ഉണക്കക്കപ്പയും കടലയും നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ വെള്ളമൊഴിച്ച് വെക്കുക. ഒരു 4-5 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ കുതിർത്തെടുക്കണം. എങ്കിൽ മാത്രമേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. വാട്ടുപുളിയാണെങ്കിലും കടലയാണെങ്കിലും കുതിർത്ത് വെച്ചാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടും ഒരുമിച്ച് നമുക്ക് ഇതേപോലെ കുതിർത്തെടുക്കാം. ഒരു 5-6 മണിക്കൂറായിട്ടുണ്ട് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുതിർത്താൻ ഉപയോഗിച്ച വെള്ളം മുഴുവൻ കളയാം. വെള്ളം കളഞ്ഞതിന് ശേഷം ഈ ഉണക്കക്കപ്പയും കടലയും കൂടി നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർക്കുക. പിന്നെ ഈ വാട്ടുപുളിയും കടലയും ഇട്ടതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം. നിറയെ വെള്ളം വേണ്ട കേട്ടോ. വാട്ടുപുളിയൊന്നും മുങ്ങിക്കെടുക്കുന്ന രീതിയിലുള്ള അത്രയും വെള്ളം വേണ്ട. ഏകദേശം ഒരു 1/4 ഭാഗം വരെ വെള്ളം ചേർത്തിട്ട് ഇതിവിടെ അടച്ചു വെക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഒരു 6-7 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. കാരണം കടലക്കും നല്ല വേവുണ്ടാവും, അതേപോലെ തന്നെ വാട്ടുപുളിയും അത്യാവശ്യം വേവുണ്ടാവും. അതുകൊണ്ട് ഒരു 6-7 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ എയറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കിതങ്ങ് തുറന്ന് നോക്കാം. ഓഫ് ചെയ്തിട്ട് എയറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിതങ്ങ് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വാട്ടുപുളിയും കടലയും ഒക്കെ കൂടി നന്നായിട്ടങ്ങ് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഉടച്ചെടുക്കുന്ന സമയത്ത് ആ വെള്ളമൊക്കെ കൂടി മിക്സ് ആവും. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാകുന്നതാണ് നല്ലത്. തീരെ വെള്ളം ഇല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം കുറച്ചുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെള്ളം ഊറ്റിക്കളയേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് മന്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റിയ എന്ത് സാധനമാണ് ഉള്ളത് അത് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം. ചിരകിയ തേങ്ങ അങ്ങനെ തന്നെ ചേർത്താൽ മതി കേട്ടോ. അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ ചേർക്കുക. എന്നിട്ട് തേങ്ങയും കൂടി ചേർത്തിട്ട് ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഉടക്കുന്ന സമയത്ത് ഇതിൽ ബാക്കി വരുന്ന വെള്ളവും എല്ലാം കൂടി അങ്ങ് മിക്സായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് ഹാർഡായതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കുകയാണ് വേണ്ടത്. നമ്മുടെ വാട്ടുപൂള ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. അതിനുശേഷം ഏകദേശം 1/4 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ചതച്ചതും 2-3 വറ്റൽമുളകും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇത് നമുക്ക് നമ്മുടെ വാട്ടുപുളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് വിളമ്പിയിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. നമുക്കിത് വൈകുന്നേരം ചായയുടെ കൂടെ അല്ലെങ്കിൽ രാത്രിയിലേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി വിഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണക്കക്കപ്പ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്